വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുറിക്കണ ശീലമുണ്ടോ നിങ്ങൾക്ക്? എന്നാൽ ഇത് നിങ്ങൾക്കുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. വളരെ ക്വിക്കായിട്ട് തയ്യാറാക്കാവുന്ന ഒരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യം കോൺഫ്ലേക്സ് ആണ്. ഇത് റോ ആയിട്ടുള്ള കോൺഫ്ലേക്സ് ആണ് കേട്ടോ. ഇതുപോലെ മക്കി പോഹ എന്ന് പറഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി ചേർത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കപ്പലണ്ടി ഇരുന്ന് റോസ്റ്റ് ആയിട്ട് വരുന്ന ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ട ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുക്കാം. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാഷ്നട്ടും ബദാമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. അതുപോലെ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് കൊപ്രയാണ് കേട്ടോ. കൊപ്രയും നമുക്ക് നല്ല കനം കുറച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് ചേർക്കണ നട്ട്സൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയോ കുറച്ച് ചേർക്കാം. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വേറെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും കപ്പലണ്ടി ഒന്ന് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ആ സെയിം പാനിൽ ആ സെയിം എണ്ണയിലേക്ക് തന്നെ നമുക്ക് കാഷ്നട്ടും ബദാമൊക്കെ ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ചേർത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കിസ്മിസൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് വീർത്ത് വരട്ടെ. ഇതിപ്പോൾ കണ്ടോ എല്ലാം കൂടെ ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റാം. ഇനി അതിലേക്ക് തന്നെ കൊപ്രയും കൂടെ ചേർത്ത് കൊടുക്കുക. കൊപ്ര ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വരണ സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊട്ടുകടല ചേർക്കാം. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട്. അതുപോലെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതുള്ളൂ. പച്ചമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ല ചൂടായിട്ട് വരുന്ന സമയത്ത് നമ്മുടെ മക്കി പോഹ അല്ലെങ്കിൽ കോൺഫ്ലേക്സും കൂടെ ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറേശ്ശെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വന്നോളും. ഇതുപോലെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ കോൺഫ്ലേക്സൊക്കെ ഫ്രൈ ആയിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതുപോലെ ഉണക്കമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മുളക് പൊടിയാണെങ്കിലും മതി. പിന്നെ കുറച്ച് ചാറ്റ് മസാല, ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കാം കേട്ടോ. പിന്നെ ബ്ലാക്ക് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്, മുഴുവനോട് കൂടിയുള്ള കുരുമുളക്, ഗരം മസാല, കായത്തിൻ്റെ പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ നന്നായിട്ട് നിന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അതായത് നമ്മുടെ ഒരു മസാല പൗഡർ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഈ ഒരു കോൺഫ്ലേക്സ് മിക്സ്ചറിലേക്ക് ഈ ഒരു മസാല പൗഡറും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചൂടോടുകൂടി തന്നെ മിക്സ് ചെയ്യുക. അപ്പോഴായിരിക്കും നന്നായിട്ട് ഇതിലൊക്കെ ഒന്ന് പിടിച്ച് വരിക. നല്ല എരിവും പുളിയും ഉപ്പും എല്ലാം കൂടി ചേർന്ന മധുരവും എല്ലാം കൂടി ചേർന്ന അടിപൊളി കോൺഫ്ലേക്സ് ചിവിട അല്ലെങ്കിൽ കോൺഫ്ലേക്സ് മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്.